പ്രിയപ്പെട്ടവരെ, കർക്കിടക മാസം എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ വിശേഷപ്പെട്ട ഒരു കാലയളവാണ്. ഈ സമയത്ത് നമ്മുടെ ജീവിതഗതിയിൽ തന്നെ പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി വരാറുണ്ട്. നമ്മുടെ പ്രകൃതിക്ക് തന്നെ പല വിധത്തിലുള്ള വ്യതിയാനങ്ങളും കണ്ടുവരാറുണ്ട്. മുൻകാലങ്ങളിൽ നമ്മൾ ഈ കാലയളവിനെ പഞ്ഞ കർക്കിടകം എന്നാണ് വിളിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇതിനെ രാമായണ മാസമാക്കി, പുണ്യമാസമാക്കി അതിനെ മാറ്റിയെടുത്തു എന്നുള്ള പ്രത്യേകതയുണ്ട്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കർക്കിടക മാസത്തിൽ നമ്മുടെ വീട്ടുവളപ്പിൽ, പ്രത്യേകിച്ച് വീട്ടിൻ്റെ മുൻഭാഗത്ത് ഒരു പ്രത്യേക ചെടി മുളച്ചു വരാൻ പാടില്ല എന്ന് പണ്ടുള്ളവർ കരുതിയിരുന്നു. അത് മുളച്ചു വരുന്നത് കുറേയധികം അനിഷ്ടങ്ങളെയും അനർത്ഥങ്ങളെയും വിളിച്ചു വരുത്തും എന്നുള്ളതാണ്. എന്നാൽ കർക്കിടക മാസത്തിൽ ഈ ഒരു ചെടിയെ കൂടാതെ തന്നെ അലങ്കാരത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു ചെടിയും വളർന്നു വരുന്നത് അത്ര ഗുണകരമല്ല എന്ന് ചില പുസ്തകങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ രണ്ട് വിവരങ്ങളെയും ഞാൻ ഇതിൽ പറയുന്നുണ്ട്. ഞാൻ ആദ്യം ഒരു ചെടിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് തയ്യാറെടുത്തതെങ്കിലും കുറച്ച് അന്വേഷണത്തിൽ മറ്റൊരു ചെടിയും കൂടി ഈ കാലയളവിൽ മുളച്ചു വരാൻ പാടില്ല എന്നുള്ള ചില പ്രമാണങ്ങൾ കിട്ടി. അപ്പോൾ അത് രണ്ട് വിവരങ്ങളെയും ഞാൻ ഇതിൽ പ്രതിപാദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ വിലപ്പെട്ട ഒരു അറിവായിരിക്കും. നമ്മുടെ വീട്ടുമുറ്റത്തെ പരിസരങ്ങളിലോ അത് വരികയാണെങ്കിൽ, അത് വളർന്നു വരികയാണെങ്കിൽ നമുക്കതിനെ എന്ത് ചെയ്യണം, എന്താണ് അതിൻ്റെ പ്രതിവിധി എന്നൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനലിൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ ഈ കർക്കിടക മാസം എന്നൊക്കെ പറയുന്നത് വളരെയധികം വിശേഷപ്പെട്ട കാലയളവാണ്. നമ്മൾ ഈ പത്തിലക്കറി കൂട്ടുക, കർക്കിടക കഞ്ഞി കഴിക്കുക, ശരീരത്തിന് വേണ്ടുന്ന ഉപവാസങ്ങൾ എടുക്കുക, അതുപോലെ ചികിത്സകൾ നമ്മൾ ചെയ്യുക, അതിനൊക്കെ പ്രധാനപ്പെട്ട ഒരു കാലയളവാണല്ലോ. ഈ സമയത്ത് നമ്മൾ ദശപുഷ്പം ചൂടി സ്ത്രീകളിൽ പ്രധാനമായിട്ട് അവർ ഐശ്വര്യവർദ്ധനവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. അപ്പോൾ പ്രകൃതിയിൽ തന്നെ ഓണത്തിനെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള പലതരം പ്രത്യേകതകൾ നമ്മുടെ വീട് പരിസരങ്ങളിലൊക്കെ ഉണ്ടായി തുടങ്ങും. പക്ഷെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ വീട്ടിൻ്റെ പ്രത്യേകിച്ച് കിഴക്ക് ഭാഗത്ത് മുളച്ചു വരാൻ പാടില്ലാത്തത് എന്ന് പണ്ട് കാലം മുതലേ അറിയപ്പെടുന്ന അപ്പൂപ്പൻ താടി എന്നൊക്കെ നമ്മൾ പറയുന്നൊരു ചെടിയുണ്ടല്ലോ. അത് ഒരു സസ്യമാണ്, കളസസ്യമായിട്ടാണ് അത് മിക്കവാറും വളപ്പുകളിൽ നിന്നൊക്കെ വളർന്നു വരുന്നത്. നമ്മുടെ വീടിൻ്റെ മുൻഭാഗത്തൊന്നും ഈ അപ്പൂപ്പൻ താടി എന്ന് പറയുന്ന ഈ സസ്യം മുളച്ചു വരാൻ പാടില്ല എന്നാണ് കർക്കിടക മാസത്തിൽ. അല്ലാതെ വേറെ മാസങ്ങളിൽ അത് മുളച്ചു വന്നാൽ കുഴപ്പമില്ല. കർക്കിടക മാസത്തിൽ ഇത് മുളച്ചു വന്നാൽ പഞ്ഞത്വം കൂട്ടുമെന്നാണ് പറയുന്നത്. ആ വീട്ടില് രോഗങ്ങൾ ഒരുപാട് വന്നുകൂടുകയും ഒപ്പം തന്നെ അവിടെ രോഗങ്ങൾക്ക് വേണ്ടി ഒരുപാട് പണം ചെലവാകുന്നത് നിമിത്തം ആ വീട്ടിൽ ദാരിദ്ര്യം കൂടി വരും. അന്നത്തിന് തന്നെ ബുദ്ധിമുട്ടുണ്ടാകും. ഈ ചെടിയുടെ കുഴപ്പമൊന്നുമല്ല കേട്ടോ. ഈ ചെടി മുളച്ചു വരുന്നത് നമുക്കിങ്ങനെ ഒരു ലക്ഷണം കാണിച്ചു തരികയാണ്, നമുക്കിങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി വരികയാണ് എന്നുള്ള ലക്ഷണം കാണിച്ചു തരികയാണ്. അപ്പോൾ നമ്മൾ കൃത്യമായ രീതിയിൽ ഇതിനെ കണ്ടറിഞ്ഞ് ഇതിനു വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യണം. ആദ്യം അപ്പൂപ്പൻ താടി എന്ന് പറയുന്ന ചെടി നിങ്ങൾ ഏതാണെന്നൊന്ന് മനസ്സിലാക്കണം. അപ്പൂപ്പൻ താടി ചെടി എന്ന് പലർക്കും വ്യക്തമാകില്ല. ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇതിൽ കൊടുക്കാം. അപ്പോൾ ഏതാണ്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ പല വിധത്തിലുള്ള ചെടികളുണ്ട്. ഈ അപ്പൂപ്പൻ താടി എന്ന് അറിയപ്പെടുന്ന പല നാടുകളിൽ അറിയപ്പെടുന്നത്. എന്നാലും നമ്മൾ കുട്ടിക്കാലത്ത് ഇങ്ങനെ ഊതി പറത്തി വിടുന്ന അപ്പൂപ്പൻ താടി ചെടികളുണ്ടല്ലോ, ആ ചെടിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് വീട്ട് വളപ്പിൽ മുന്നിൽ മുളച്ചു വന്നുകൂടാ എന്നുള്ളതാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ സമയത്ത് മുള നമ്മുടെ വീട്ടിന്റെ പരിസരത്തിൽ പുതുതായിട്ട് മുളച്ചു വന്നുകൂടാന്നാണ്. മുള അങ്ങനെ തനിയെ വീട്ടു മുന്നിൽ മുളച്ച് വരാറില്ല അല്ലെ. നമ്മൾ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കുന്നു, അലങ്കാര മുളകളൊക്കെ നട്ടുപിടിപ്പിക്കാറുണ്ട്. അതിനെയല്ല ഇവിടെ പറയുന്നത്. തനിയെ ഈ മുള എന്ന് പറയുന്ന ഒന്ന് നമ്മുടെ വീടിന്റെ മുൻഭാഗത്തോ മറ്റോ മുളച്ച് വരികയാണെങ്കിൽ അത് വളരെയധികം അപശകുനമായിട്ടാണ് പറയുന്നത്. അതും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, അപ്പൂപ്പൻ താടി ചെടിയാണ് നമ്മുടെ വീട്ടുവളപ്പിൽ വളർന്നിട്ടുള്ളതെങ്കിൽ ഒരിക്കലും അതിനെ പിഴുത് അതിനെടുത്ത് നശിപ്പിച്ച് കളയരുത് എന്നാണ് പറയുന്നത്. അപ്പൂപ്പൻ താടി ചെടി മുളച്ചു വന്നാൽ അതെടുത്ത് നമ്മൾ വഴിവക്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി നട്ടുപിടിപ്പിക്കുക. അതിനെ നശിപ്പിക്കരുത്, വഴിവക്കിൽ എവിടെയെങ്കിലും നട്ടുപിടിപ്പിക്കുക. രണ്ടാമത് ചെയ്യേണ്ട കാര്യം, ഇനി മുളയാണ് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് പുതുതായിട്ട് നിങ്ങൾ നടാതെ അത് മുളച്ച് പൊങ്ങി വരുന്നതായിട്ട് കണ്ട് ആ മുളയെ നശിപ്പിച്ച് കളയുകയും വേണം.
പുതുതായിട്ട് നിങ്ങൾ നടാതെ വന്നതാണെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അതിനെ നശിപ്പിച്ച് കളയും വേണമെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ അതിന് ശേഷം ചെയ്യേണ്ടത്, എവിടെയാണോ ആ ഇങ്ങനെ അപ്പൂപ്പൻ താടിയോ മുളയോ മുളച്ചു വന്നത് അവിടെ ചിരട്ടക്കരി കുഴിച്ചിടുക എന്നുള്ളതാണ്. ചിരട്ട എടുത്ത് അത് ഒന്ന് കരിക്കണം, തീ കത്തിച്ച് കരിച്ചിട്ട് അത് കുഴിച്ചിട്ടിട്ട് അതിന് മുകളിൽ ഇച്ചിരി ഉപ്പും കൂടെ ഇടുക എന്നാണ് പറയപ്പെടുന്നത്. കുഴിച്ചിട്ടതിന് ശേഷമാണ് അതിന് മുകളിൽ ഉപ്പിടുക. ഇത് ഈ ദോഷത്തിനെ ശമനം ചെയ്യുന്ന ഒന്നായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടുവളപ്പിലെങ്ങാനും ഇത്തരം അപ്പൂപ്പൻ താടിയോ അല്ലെങ്കിൽ മുളയോ മുളച്ചു വരികയാണെങ്കിൽ ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതം എങ്ങനെ നല്ല സ്മൂത്തായിട്ട് പോകുന്നു, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടായി വരാൻ സാധ്യത കൂടുതലാണ്. ആദ്യം ചെടി ഏതാണെന്ന് തിരിച്ചറിയണം. വേറെ ഏതെങ്കിലും ചെടി മുളച്ചു വന്നിട്ട് അപ്പൂപ്പൻ താടിയാണെന്ന് വിചാരിച്ചിരിക്കരുത്. നമുക്ക് ഏകദേശം ആ ചെടിയെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കിയിട്ട് അതാണ് മുളച്ചു എന്ന് ഉറപ്പുവരുത്തിയാൽ അത് പിഴുത് മാറ്റിക്കളയുകയാണ് ഏറെ ഉത്തമം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിന്റെ കീഴെ കമന്റ് ബോക്സ് നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിനായിട്ട് ഇതുവരെയ്ക്ക് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും നോട്ടിഫിക്കേഷൻ റെക്കമെൻഡേഷനും നിങ്ങൾക്ക് അയച്ചു കിട്ടുകയുള്ളൂ. അതും മനസ്സിലാക്കുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുമ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ യൂട്യൂബിൽ ഒരു സ്റ്റോർ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള പൂജാ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറാണിത്. കുറേ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ തുകയ്ക്ക് മേടിക്കാൻ ഇത് ഗുണകരമാണോ എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിലാണ് മൊബൈൽ ഫോണിൽ കാണപ്പെടുക. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് സ്റ്റോർ നോക്കിയിട്ട് നമുക്കതിൽ പ്രവേശിക്കാം. ഇതിൽ കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ചില കാര്യങ്ങൾ ഉടനെ ആഡ് ചെയ്യുന്നതാണ്. ഈ രീതിയിലാണ് നമ്മൾ കമ്പ്യൂട്ടറിലൂടെ ലാപ്ടോപ്പിലൂടെയൊക്കെ നോക്കുമ്പോൾ കാണപ്പെടുന്നത്. ഈ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മൊബൈൽ ഫോൺ വഴിക്കും കമ്പ്യൂട്ടർ വഴിക്കും നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ ഹരിചന്ദന മഠം. നമസ്തേ.